കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം തകർത്ത മന്ത്രമായിരുന്നു അത്. തലമുറകളായി നിങ്ങളിലേക്ക് കൈമാറപ്പെട്ട മന്ത്രം. നിങ്ങളുടെ പാരന്റ്സിലൂടെ, നിങ്ങളുടെ കൂട്ടുകാരിലൂടെ, നിങ്ങൾ പഠിച്ച സിസ്റ്റത്തിലൂടെ നിങ്ങളിലേക്ക് കൈമാറപ്പെട്ട ആ മന്ത്രം മാറ്റിയപ്പോഴാണ് പല മനുഷ്യരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിച്ചത്. എന്താണ് ആ മന്ത്രം? പിന്നെയാവട്ടെ. എത്ര ആളുകളുടെ ജീവിതമാണ് തകർത്തിരിക്കുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അസുഖമായിട്ടുള്ള ക്യാൻസറോ അല്ലെങ്കിൽ പ്ലാഗൊക്കെ പോലെ അതിനേക്കാൾ മഹാമാരിയാണത്. എല്ലാ മനുഷ്യരിലും ആ ഒരു രോഗമുണ്ട്. പിന്നെയാവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കണം. പിന്നെയാവട്ടെ എന്നല്ല, ഇപ്പോ ആട്ടെ. ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്തു തുടങ്ങുക. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ടുള്ള ഇലോൺ മസ്ക് പറയാറുണ്ട്, 10 വർഷത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ 6 മാസം കൊണ്ട് ചെയ്തേക്കുക. എത്രമാത്രം നിങ്ങൾക്ക് സ്പീഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നോ അത്രമാത്രം നിങ്ങളുടെ സക്സസിന്റെ റേഷ്യോ കൂടുമെന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഇന്ന് മുതൽ ഒരു പ്രതിജ്ഞ എടുക്കുക. എന്റെ ജീവിതത്തിൽ നിന്ന്, എന്റെ ഡിക്ഷണറിയിൽ നിന്ന് പിന്നെയാവട്ടെ എന്നുള്ള വേർഡിനെ നിങ്ങൾ മാറ്റുക. ഇപ്പോ ആവട്ടെ എന്ന് കൊണ്ടുവരും. ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ അതിനു വേണ്ടി എന്താ ആക്ഷൻസ് എടുക്കാൻ നോക്കുക. എനിക്ക് ഇപ്പൊ അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക, ആ ഒരു ഈഗർനെസ് കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾക്ക് സക്സസ് ആകാൻ സാധിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.